സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. സ്വർണ്ണക്കടത്തിൽ ശശി തരൂരിന്റെ മുൻ PA അടക്കം 2 പേർ ഡൽഹി വിമാനത്താവളത്തിൽ പിടിയിൽ. യാത്രക്കാരിൽ നിന്ന് സ്വർണം വാങ്ങാൻ എത്തിയപ്പോഴാണ് മുൻ PA ശിവകുമാർ പ്രസാദ് കസ്റ്റംസിന്റെ പിടിയിലായത്. 35 ലക്ഷം രൂപയുടെ സ്വർണമാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. ശിവകുമാർ തന്റെ മുൻ ജീവനക്കാരിൽ നിന്ന് സ്ഥിരീകരിച്ച ശശി തരൂർ കർശന നടപടിയും ആവശ്യപ്പെട്ടു. स्टेटमेंट हमें क्या है? स्टेटमेंट क्या है? ये तो एक बुजुर्ग आदमी है जो रिटायर हो गया है और जो मुझे ज़रा सा मदद दे रहा था पार्ट टाइम, जब उनको उनकी स्वास्थ्य से उनको करने देते हैं. ये न्यूज़ से बिल्कुल शॉक्ड हूँ. तो इसलिए मैंने कहा कि जो भी अथॉरिटीज़ को करना है उनको करने दीजिए. मुझे तो इसमें कोई बंधन नहीं है. ये होने दीजिए, वो जांच करें, जो भी एक्शन लेना है कर दें. मुझे तो कोई इसमें वो मेरे लिए नहीं गए एयरपोर्ट. मैं तो हूँ नहीं वहाँ, मैं यही हूँ. और अगर वो दूसरे काम के लिए जा रहे हैं तो वो उसकी बिजनेस है, उसको बताने दीजिए. ठीक है, धन्यवाद. ഈ സംഭവത്തെ BJP വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. ശശി തരൂരിനെതിരെ വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. സ്വർണ്ണക്കടത്തിനും സഖ്യമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ വിമർശനം. അതോടൊപ്പം തന്നെ ഈ ശശി തരൂരിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് BJP സംസ്ഥാന നേതൃത്വവും വ്യക്തമാക്കുന്നത്. VV വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ശശി തരൂർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഇയാൾ മുൻ PA ആയിരുന്നുവെന്ന്. എന്നാൽ കർശന നടപടി വേണമെന്നും ആവശ്യപ്പെടുന്നു. ഈ ശശി തരൂരിൻ്റെ പേര് ഈ സ്വർണ്ണക്കടത്തിന് വേണ്ടി, ഇത്തരം കള്ളക്കടത്തിന് വേണ്ടി ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, തിരഞ്ഞെടുപ്പ് കാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു വിവാദമുണ്ടായത് കോൺഗ്രസിനെ സംബന്ധിച്ച് തലവേദന തന്നെയാണ്. ശശി തരൂരിനെതിരെയുള്ള ഒരു വലിയ ആയുധമാക്കി മാറ്റുന്നുവെന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ അടിക്കാനുള്ളൊരു വടിയായി ഈ സംഭവത്തെ BJP മാറ്റുകയാണ്. ശശി തരൂരിൻ്റെ സ്റ്റാഫ് അംഗങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്തിൽ പിടിയിലായിരിക്കുന്നത്. ശിവകുമാർ എന്ന ആൾ, അദ്ദേഹത്തിന് 72 വയസ്സുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ്. ശശി തരൂർ അദ്ദേഹത്തെ അറിയില്ലെന്നോ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്നില്ലെന്നോ പറയുന്നില്ല. പാർട്ട് ടൈം സ്റ്റാഫ് എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നു. തനിക്ക് ചില സേവനങ്ങൾ നൽകിയിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം നൽകിയ ബൈറ്റിലും അദ്ദേഹം എക്സിൽ കുറിച്ച വരികളിലും അക്കാര്യമാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ശശി തരൂരിന് എന്ത് സേവനമാണ് ഇതുവരെ ശിവകുമാർ നൽകിയത് എന്നത് വ്യക്തമാക്കണമെന്നാണ് BJPയുടെ ആവശ്യം. പ്രധാനമായും എയർപോർട്ട് കേന്ദ്രീകരിച്ച് ശിവകുമാറിൻ്റെ സേവനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്ത് സേവനമാണ്, എയർപോർട്ട് കേന്ദ്രീകരിച്ച് എന്ത് സേവനമാണ് ശശി തരൂരിന് നൽകിയത്? ഈ സ്വർണ്ണക്കടത്തിൽ പിടിയിലാകുമ്പോൾ ആദ്യമായല്ല ഇങ്ങനെ ഒരു ഇടപാട് നടത്തിയത് എന്ന ഗുരുതരമായ ആരോപണവുമായി BJP എത്തുന്നു. ഇപ്പോൾ കസ്റ്റംസിൻ്റെ അന്വേഷണമാണ്. കൂടുതൽ കേന്ദ്ര ഏജൻസികൾ ഈ അന്വേഷണത്തിലേക്ക് എത്തുമെന്ന കാര്യവും ഉറപ്പാണ്. ഏതാണ്ട് 1 കിലോ സ്വർണ്ണമാണ് ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്ന് ശിവകുമാർ കൈപ്പറ്റിയത്. ഈ 2 പേരെയും കസ്റ്റംസ് അവിടെ പിടികൂടുകയും ചെയ്തു. തുടർന്നാണ് ഈ സ്വർണ്ണക്കടത്ത് എന്ന വിവരം മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശശി തരൂരാകട്ടെ പറയുന്നത് 72 വയസ്സുള്ള ആളാണ്, ഇദ്ദേഹത്തെ അറിയാമായിരുന്നു, ഡയാലിസിസ് ചെയ്തിരുന്ന ഒരാളാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് ഒരു മാനുഷിക പരിഗണനയിലൂടെ തൻ്റെ പാർട്ട് ടൈം ജീവനക്കാരനായി നിലനിർത്തിയിരുന്നു എന്ന ഒരു വിശദീകരണമാണ്. പക്ഷേ ഇതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം രാജീവ് ചന്ദ്രശേഖറിൻ്റെ അത് അടക്കമുള്ള പ്രതികരണങ്ങൾ, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഈ സ്വർണ്ണക്കടത്തിൽ പോലും ഈ ഇടത് വലത് ഐക്യം എന്നതാണ്. നമുക്കറിയാം കേരളത്തിൽ നടന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതിനെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ്, കൂട്ടി വായിച്ചുകൊണ്ടാണ് ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. ആ നിലയ്ക്ക് തന്നെ കേരളത്തിൽ ഇതിൻ്റെ ഒരു പ്രചരണം ഉണ്ടാകും. കാരണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെയും പ്രതിപക്ഷം പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ അതങ്ങനെയല്ല, നിങ്ങൾ സംയുക്തമായി നടത്തുന്ന ഒരു കാര്യമാണ് എന്ന ധ്വനിയോടുകൂടിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. മാത്രവുമല്ല BJP ആ നിലയ്ക്ക് തന്നെ ഈ വിഷയത്തെ ഏറ്റെടുക്കുകയും ചെയ്യും. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയം, അതായത് ധർമ്മശാലയിലാണ് താനുള്ളത് എന്നൊരു വിശദീകരണമാണ് ശശി തരൂർ നൽകിയത്. താൻ അവിടെ ഉള്ളപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. കൂടുതൽ അന്വേഷണം വരട്ടെ, ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കട്ടെ, തനിക്ക് ഇതിൽ പങ്കില്ല, ഞെട്ടിക്കുന്ന സംഭവം എന്നൊരു കാര്യം ശശി തരൂർ പറയുന്നു. അതേസമയം തന്നെ എങ്ങനെ ഈ സ്വർണ്ണക്കടത്ത് ഇതാരാണ് ദുബായിൽ നിന്നെത്തിയത്, നേരത്തെ ഇങ്ങനെയുള്ള ഇടപാട് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നേരത്തെയും ഇതുപോലെ യാത്രക്കാർ എത്തുകയും അവരിൽ നിന്ന് ശിവകുമാർ സ്വർണം കൈപ്പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് സ്വാധീനമാണ്
എയർപോർട്ടിലുള്ളത് PA പാർലമെന്റ് എന്ന നിലയ്ക്കുള്ള ഒരു പരിശോധിക്കേണ്ട വിഷയമാണ്. ഐഡന്റിറ്റി ആരാണ് കാർഡാണ് അദ്ദേഹം സ്വർണം കൊണ്ടുവന്നത്, ആരിൽ നിന്നാണ് ഈ സ്വർണം ഇയാൾ കൈപ്പറ്റിയത്, ഇതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. നിരവധി മലയാളികൾ ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് സംഘങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിലൂടെ സ്വർണം കടത്തുന്ന സംഭവങ്ങൾ നിത്യേന റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. വിനോദ്, ഈ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഈ സ്വർണ്ണക്കടത്തിന് പിന്നിൽ ഏതെങ്കിലും മലയാളി സംഘമായിരിക്കുമോ, അതോ മറ്റേതെങ്കിലും ബന്ധം, ഒരു രാജ്യാന്തര തലത്തിലുള്ള ഒരു ബന്ധം പരിശോധിക്കേണ്ടതാണോ, സംശയിക്കേണ്ടതാണോ? ടോം, ഇതിൻ്റെ ഒരു സാഹചര്യം 1/2 കിലോ സ്വർണം കൊണ്ടുവരിക എന്നത് സ്വാഭാവികമായും ഇങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ്. ഇത്രയും സ്വർണം അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ല എന്നത്. പക്ഷേ പുറപ്പെട്ട സ്ഥലം മുതൽ എങ്ങനെയാണ് വിമാനത്തിൽ ഇത്രയും സ്വർണം കയറ്റാൻ കഴിഞ്ഞത്, അതോടൊപ്പം തന്നെ ഇവിടെ കൈമാറ്റം ചെയ്യുമ്പോഴാണ് ക്രൈംബ്രാഞ്ച് പിടികൂടുന്നത്. എന്തുകൊണ്ട് വിമാനത്താവളത്തിനുള്ളിലെ പരിശോധനകളിൽ ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ വിമാനത്താവളത്തിനുള്ളിൽ ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ഈ നയതന്ത്ര പാഴ്സലാണ് തിരുവനന്തപുരത്ത് വിവാദമായതെങ്കിൽ ഇത് യാത്രക്കാരൻ്റെ ബാഗേജ് വഴി വന്ന സ്വർണമെന്നാണ്. ഒരുപക്ഷെ നയതന്ത്ര പാഴ്സൽ എന്നത് കുറച്ചുകൂടി സുരക്ഷിതമായ വഴിയായി കണ്ടെത്തുകയും അതിനുള്ളിലൂടെ സ്വർണം കടത്തുകയും ചെയ്ത ഒരു സംഭവമാണ് കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയത്. പക്ഷേ ഇവിടെ ശശി തരൂരിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരു അംഗം യാത്രക്കാരനായി എത്തിയ ഒരാളിൽ നിന്നാണ് 1/2 കിലോ സ്വർണം കൈപ്പറ്റുന്നത്. ഈ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യമായല്ല ഇങ്ങനെ ഒരു ഇടപാട് നടന്നതെന്നത് നമുക്ക് കണക്കാക്കേണ്ടി വരുന്നു. ഇതുതന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് അന്വേഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണം പോകുമെന്നത് ഉറപ്പാണ്. CBI അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഇതിലേക്ക് എത്തിയേക്കും. ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസാന ലാപ്പാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ശശി തരൂരിനും പ്രത്യേകിച്ച് കോൺഗ്രസിനും ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരുന്നത്. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും മത്സരിച്ച ഒരു നേതാവ്, വലിയ വിശ്വപൗരൻ എന്ന ഇമേജുള്ള നേതാവ്, കോൺഗ്രസിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകാരിൽ ഒരാൾ, അദ്ദേഹം ഇപ്പോൾ ധർമ്മശാലയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂടിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള ഒരാൾ സ്വർണ്ണക്കടത്തിൽ പിടിയിലാകുന്നത്. അത്യന്തം ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇദ്ദേഹത്തിന് എന്ത് സേവനമാണ്, അതായത് ശശി തരൂരിന് എന്ത് സേവനമാണ് ശിവകുമാർ പ്രസാദ് നൽകിയത് എന്ന ചോദ്യം ഇതിനകം തന്നെ BJP ഉന്നയിച്ചു കഴിഞ്ഞു. ഏത് നിലയ്ക്കുള്ള സ്റ്റാഫായിരുന്നു, ഏത് തരത്തിലാണ് ഇദ്ദേഹവുമായി ചേർന്ന് പ്രവർത്തിച്ചത്, വിമാനത്താവളത്തിൽ സേവനം നൽകിയെങ്കിൽ അത് എന്ത് സേവനമാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ തന്നെ BJP ഉയർത്തുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സമയത്ത് മറുപടി പറയുക, ഇതിൻ്റെ പിന്നാലെ പോവുക എന്നത് രാഷ്ട്രീയമായി തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. ടോം, തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ ശശി തരൂരിനെ ഈ വിഷയം പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. സ്വാഭാവികമായും മുൻ സ്റ്റാഫ് അംഗം സ്വർണവുമായി പിടിയിലായ സാഹചര്യത്തിൽ ഇനി ആ രീതിയിൽ തരൂരിൻ്റെ പങ്ക് സംബന്ധിച്ച് ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ടോ? അത്തരം നീക്കങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ വിനോദ്? തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ കരുതാം. കാരണം കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ആണ് ഇത്തരമൊരു വിവാദത്തിലേക്ക് വന്നു വീഴുന്നത്. അതുകൊണ്ട് തന്നെ BJP ഈ അവസരത്തിൽ അന്വേഷണം കാര്യക്ഷമമായി കൊണ്ടുപോകും എന്നത് ഉറപ്പാണ്. ശശി തരൂരിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഉണ്ടാകും. പ്രധാനമായും ശിവകുമാർ ഏത് തരത്തിലുള്ള സേവനം നൽകിയിരുന്നു, എന്ത് ജോലിയാണ് ശശി തരൂരുമായി ചേർന്ന് നടത്തിയിരുന്നത്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗമായിരുന്നു എന്ന് പറയുമ്പോൾ പാർട്ട് ടൈം ആണെന്ന് ഇപ്പോൾ ശശി തരൂർ പറയുന്നെങ്കിൽ കൂടി അങ്ങനെ എന്ത് സേവനമാണ് ഇദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിരുന്നത് എന്ന കാര്യം കൃത്യമായും അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ശശി തരൂർ വിശദമാക്കേണ്ടി വരും. ഒരുപക്ഷെ ശശി തരൂരിൽ നിന്ന് മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ പോലുള്ള നടപടികളിലേക്കും കടന്നേക്കാം. BJP സംബന്ധിച്ച് ഇപ്പോൾ വീണ് കിട്ടിയ ഒരു അവസരമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യവും മാത്രവുമല്ല കോൺഗ്രസ് നേതൃത്വവും അത്ര രസത്തിലായിരുന്നില്ല ശശി തരൂർ. അദ്ദേഹം ഈ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയം മുതൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നേതൃത്വത്തിനെതിരെ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് പ്രവർത്തക സമിതി പോലുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ച് അദ്ദേഹത്തിന് ഒരു സ്ഥാനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ടായത്. അപ്പോഴും ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സമയത്ത് ശശി തരൂർ ഒരു വിവാദത്തിലേക്ക് ചെന്ന് വീഴുകയാണ്. സ്വർണ്ണക്കടത്ത് പോലെ വലിയ ഗുരുതരമായ ഒരു സംഗതി, അതിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ആൾ ഉൾപ്പെട്ടു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ശിവകുമാറുമായുള്ള തരൂരിൻ്റെ ബന്ധം അത് തന്നെയാകും ഏറ്റവും
പ്രധാനപ്പെട്ട കാര്യമായി ഉയർന്നു വരുന്നതും അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ പ്രധാന അന്വേഷണ ഘടകമായി എത്തുന്നതിൽ ഒരു കാര്യം ഇവർ തമ്മിലുള്ള ബന്ധമെന്തായിരുന്നു, നേരത്തെ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടോ, എവിടെ നിന്നാണ് ഇങ്ങനെ സ്വർണം വന്നത്, ഇപ്പോൾ ദുബായിൽ നിന്നെത്തിയ ഒരു യാത്രക്കാരനാണെങ്കിൽ എവിടെയെങ്കിലും നിന്ന് ഇത്തരത്തിൽ നേരത്തെ തന്നെ സ്വർണം വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ BJP നേതാക്കൾ പറയുന്നത് ആദ്യമായല്ല ഇങ്ങനെ ഒരു സ്വർണ്ണക്കടത്ത് നടന്നത്, ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്, ഇത് തുടർച്ചയായി നടന്ന ഒരു കാര്യമാണ്. വിമാനത്താവളത്തിനുള്ളിൽ ഇവർക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? കാരണം ഒരു പരിശോധനകളുമില്ലാതെ ഈ സ്വർണം കടന്നു വരുന്ന ഒരു സാഹചര്യം കൈമാറ്റം വരെ എത്തുന്ന ഒരു നിലയിലേക്ക് എത്തുമ്പോഴാണ് കസ്റ്റംസിൻ്റെ പിടിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിനുള്ളിൽ ഇവർക്ക് സഹായം ലഭിച്ചു എന്ന സംശയവും ബലപ്പെടുകയാണ്. ടോം, വ്യക്തമാണ്. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ ശശി തരൂരിനെതിരെയും കോൺഗ്രസിനെതിരെയും ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് BJP. ശശി തരൂരിൻ്റെ മുൻ PA ആണ് ശിവകുമാറാണ് സ്വർണവുമായി 37 ലക്ഷം രൂപയുടെ സ്വർണവുമായി ഡൽഹി വിമാനത്താവളത്തിൽ പിടിയിലായത്. ഈ സംഭവത്തിൽ ശശി തരൂരിന് പങ്കുണ്ടോ? ശശി തരൂരും ഈ വ്യക്തിയും ശിവകുമാറും തമ്മിലുള്ള ബന്ധമെന്താണ്? ഏത് രീതിയിലുള്ള ഒരു സഹായമായിരുന്നു, ഇടപാടുകളായിരുന്നു ശശി തരൂരും ഈ വ്യക്തിയും തമ്മിൽ, ഈ ശിവകുമാറും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാണ് BJP ആരോപണം ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിലടക്കം ഒരുപക്ഷെ ശശി തരൂരിനെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്.